കല്യാണം മീൻ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ശകലം കടുകിട്ട് ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുവാണേ. അപ്പൊ നമ്മൾ ഈ വെളിച്ചെണ്ണക്കകത്ത് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഉലുവ വറുത്ത് പൊടിക്കാം. വറുത്തതാണ് ഇത്, പൊടിച്ചെടുക്കാം. ഇനി അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ശകലം മല്ലിപ്പൊടി ഇടും, നുള്ളയിടത്തുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും ശകലം കായപ്പൊടിയും ശകലം കുരുമുളക് പൊടി ഇടുവേ. ഇപ്പൊ നമുക്ക് ഇത് ഇത്ര ഇട്ടുകൊണ്ട് വരാം. നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടേ ഇനി ഇത് ഇളക്കുവാണേ. ഇളക്കി നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത്ര അരപ്പിനും മീനും ആവശ്യമായ ഉപ്പ് നമ്മളിങ്ങനെ ചേർക്കണം. ഇച്ചിരി കുറവേ വരാവുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുളിയും തുള്ളി വെള്ളവും ബാക്കിയുണ്ട്. ഇനി നമ്മൾ എന്തോ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഒരു ചട്ടി എടുക്കുക. ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് കറക്കി കരിയാപ്പല ഇവിടെ അടുക്കുവാണ്. കരിയാപ്പലയ്ക്ക് ഇരിക്കുന്ന പുളിയുണ്ടല്ലോ, അത് 2-3 എണ്ണം എടുത്ത് ഇവിടെ അടുക്കി വെക്കുക. അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഈ ചാറെ കുറച്ചെടുത്ത് ഇങ്ങോട്ട് ഒഴിക്കണേ. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് മീൻ അടുക്കി വെക്കാം. ഇങ്ങനെ നമ്മൾ അടുക്കി വെക്കുക. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ചാറ് ഒഴിക്കുക. പിന്നെ നമ്മൾ അടുക്കി വെക്കുക. അങ്ങനെ എല്ലാം അടുക്കി വെക്കുന്നിടം വരെ ഓരോ തട്ടടുക്കുക. നമ്മുടെ അരപ്പൊഴിക്കുക. വീണ്ടും ഓരോ തട്ടടുക്കുക. നമ്മുടെ അരപ്പൊഴിക്കുക. ഇങ്ങനെ മൊത്തം നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിന്റെ നടുക്ക് ഈ തവി കൊണ്ട് തന്നെ ഒരു കിഴുത്ത ഇടുവാണ്. ചട്ടിയല്ല, ഈ മീനൊക്കെ അടുക്കി വെച്ചതിന്റെ നടുക്ക് ഒരു കിഴുത്ത ഇടുവാണ്. ഇനി നമ്മൾ ആദ്യം വന്ന കരിയാപ്പിലയെല്ലാം കൂടെ ഇതിന്റെ മോൾപോട്ട് വെക്കുവാണ്. എന്നിട്ട് ആദ്യം നല്ല തീയിൽ വേവിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിൽ തീ കുറച്ച് വെച്ച് വേണം തിളച്ച് കഴിഞ്ഞ ശേഷം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ നടു ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം.